മടി വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മൾ ഒരു എക്സർസൈസും ചെയ്യുന്നില്ല. ഈ ഒരു എക്സർസൈസും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന ആൾ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ രോഗാലയമാണ്. അയാളുടെ ശരീരത്തിൽ പല പല രോഗങ്ങൾ വന്ന് അഡ്മിറ്റായിട്ടുണ്ട്. ഇനി അവസാനം ഈ രോഗങ്ങളും രോഗികളും എല്ലാം കൂടി കൂടിച്ചേർന്ന് ഈ രോഗാലയവും പൊക്കിക്കൊണ്ടങ്ങ് പോകും. അപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റണം. എന്തെല്ലാം അസുഖങ്ങളാണ് മടിയിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നതെന്ന് അറിയുമോ? കാരണം ഇപ്പോൾ ശരീരത്തിൻ്റെ പേശി വേദനകൾ, ശരീരത്തിൻ്റെ വേദനകൾ, ഡിസ്കിൻ്റെ പ്രോബ്ലംസ്, നീര് വരൽ, വാദം, കഫം, പിത്തം, ഇതെല്ലാം വെറുതെ ഇരിക്കുമ്പോൾ പല മടങ്ങായിട്ട് കൂടുമെന്ന് നമുക്കറിയാം. BP വളരെ കൂടാവും, ഡയബറ്റിക്സ് വളരെ കൂടുതലാവും. അനങ്ങാതിരിക്കുന്ന ആളിൽ ക്യാൻസറിൻ്റെ എല്ലാ സ്വാധീനങ്ങളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഇങ്ങനെ മടിയൻ അയാളുടെ ജീവിതം വെറുതെ ഇട്ടെറിഞ്ഞ് കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് മടി മാറ്റണം. മടി മാറ്റണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എഴുന്നേൽക്കണം, കൃത്യമായിട്ട് ഉറങ്ങണം, കൃത്യമായി ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, കൃത്യമായ എക്സർസൈസുകൾ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നൊരു വ്യക്തിയായിട്ട് മാറണം. ഈ ഒരു മാറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അല്പല്പമായി നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്.